ഇസ്ലാം ലഹരിയെ നജസാക്കി മാറ്റി നിർത്തി. എന്തിനു വേണ്ടി? അത് തൊടാൻ പോലും പാടില്ലെന്ന് വരുത്തി തീർക്കുവാൻ. അങ്ങനെ ഒരാൾ അത് ചെന്ന് തൊട്ടാൽ ഇതുപോലെയുള്ള അവസ്ഥകളാണ് ഉണ്ടാകുക. തൻ്റെ 18 വയസ്സായ മോളെ വെട്ടിക്കൊല്ലുമ്പോൾ അയാൾക്ക് മകളെ കൊല്ലാനാണ് വെട്ടുന്നതെന്നോ മരിക്കാനാണ് ഞാൻ പിതാവിൻ്റെ വെട്ടേൽക്കുന്നതെന്നോ അറിയില്ലായിരുന്നു. മരണത്തിന് ഒരു കാരണം മാത്രമാണ് അവളുടേതെങ്കിൽ അയാളുടേത് അങ്ങനെയല്ല. വഴികേടിൻ്റെ അവസാന വാക്കാണ് ലഹരി. ഇരുത്തി തീർത്ത വിനയാണ് ഇന്നീ കാണുന്നത്. അയാളുടെ ജീവിതം മുഴുവനും പോയി. ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഈ കുട്ടി ഷഹീദിൻ്റെ കൂലിയോടുകൂടിയാണ് മരണപ്പെട്ടത്. അപമാനഭാരം താങ്ങവയ്യാതെ തൻ്റെ ഭർത്താവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആത്മഹത്യ ചെയ്തവളാണ് ഈ പെൺകുട്ടി. പണമുണ്ടായിട്ടും പത്രാസുണ്ടായിട്ടും സൗന്ദര്യമുണ്ടായിട്ടും ജീവിക്കാൻ ഭാഗ്യമുണ്ടായില്ല. എന്തുകൊണ്ട്? സ്വയബുദ്ധി അല്ലെങ്കിൽ വിശേഷബുദ്ധി ഇല്ലാത്തത് കൊണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതൊന്നും, ആ വാക്കുകളൊന്നും അതിന് പൂർണ്ണമല്ല. മരണത്തിൻ്റെ സമയം എത്തിയാൽ അതിന് കണ്ണുകളില്ല. മരണത്തെ കാണാൻ കണ്ണുകളില്ല. ആർക്ക്? ജീവിക്കുന്ന ജഡങ്ങൾക്ക് കണ്ണുകളില്ല എന്ന് മനസ്സിലാക്കാം. അവളും ഈ ലോകത്തോട് വിട പറഞ്ഞു. 2023 ശേഷം ഇതുപോലുള്ള മരണങ്ങൾ എത്രയെന്ന് എണ്ണി പറയാൻ കഴിയാത്ത കോലത്തിൽ ദിവസേന നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടേതായ നിയമാനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും പിന്നെ എന്തിനു വേണ്ടി? ഇതാ അഭിജിത്ത്. ഇദ്ദേഹം മരിച്ചത് എന്തിനു വേണ്ടിയെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ അത് കേൾക്കുന്നവർക്കോ അവർക്കും അറിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിയമം നിൽക്കുന്നത്, ജനങ്ങൾ നിൽക്കുന്നത്, വാക്കുകൾ കേൾക്കുന്നത് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്. എന്നിട്ടും അദ്ദേഹം അത് ചെവിയോർക്കാനോ ഒന്നും ഒരഭിപ്രായം പറയാനോ ഒന്നുമില്ലാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്ന് വെച്ചാൽ ആത്മഹത്യ. ശരിക്കും മോശപ്പെട്ട മരണരീതി അദ്ദേഹം തിരഞ്ഞെടുത്തു. അത് അയാളുടെ വിധിയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിനൊരു കാരണം മാത്രമാണ് ജിംഷിദ. ഈ കുട്ടി എന്ത് വിചാരിച്ചു? ഇവള് തൻ്റെ സ്വന്തം അമ്മയല്ലേ. അവളിൽ നിന്നുണ്ടായൊരു തെറ്റ് കുട്ടി നേരിട്ട് കണ്ടതിനെ തുടർന്ന് അത് ആപത്താകുമെന്ന് കരുതി അവൾ ആ തെറ്റ് തുടരാൻ വേണ്ടി തൻ്റെ പൊന്നോമന പുത്രനെ ബലി കൊടുത്തു. വാർപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്നു എന്നാണ് പറയുന്നത്. കൊല എങ്ങനെയാവട്ടെ, കുട്ടികൾ മരിച്ചാൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ അത് ഏത് മതക്കാരനായാലും ആ കുട്ടി സ്വർഗാവകാശിയാണ്. അപ്പോൾ ജീവിതത്തിൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഈ മാതാവിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം അതായിരിക്കുമല്ലോ. അതാണ് ദൈവത്തിൻ്റെ തീരുമാനം. ഇനി ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യം സഹോദരനും പിന്നെ സഹോദരിയും കുഴഞ്ഞു വീണ് മരിച്ചു. സ്വാഭാവികമായ മരണം. ഈ മരണങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് ആർക്കും അറിയില്ല. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, വിധിയാണ്. അവർക്ക് ആയുസ് അത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ എന്നാലും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മരണങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. കണ്ടോ, ഭർത്താവിന് സുന്ദരമായ ബിരിയാണിയിൽ വിഷം കൊടുത്തു, അതായത് ഉറക്ക് ഗുളിക കൊടുത്തു, കൊന്നു. എന്തിനു വേണ്ടി? തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അത് ചെയ്യുമ്പോൾ ഇയാദി തെറ്റുകൾ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ എൻ്റെ അടുത്ത ഭാവി എന്താകുമെന്ന്? അവൾക്ക് ആ ഭർത്താവിനെ ഇട്ടുപോയാൽ, ഉപേക്ഷിച്ചു പോയാൽ അയാളും രക്ഷപ്പെടുമായിരുന്നു, അവളും രക്ഷപ്പെടുമായിരുന്നു. ഇത് രണ്ടുപേരും രക്ഷപ്പെട്ടില്ല. ഇതെന്തൊരു ബുദ്ധിയാണ്? ഇതുപോലത്തെ ബുദ്ധി ഉണ്ടാകുന്നതിനെ തൊട്ട് ദൈവം കാത്തുരക്ഷിക്കട്ടെ. മറ്റു 2 പേര് ഈ നൂറ്റാണ്ടിൽ കുടുംബങ്ങൾക്ക് പുതിയൊരു മാതൃക കാണിച്ച 2 വനിതകൾ. ഇത് സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടവരായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് താനും.
അതിൽ യാതൊരു സംശയവും. സംഗതി ഇവർക്കറിയില്ല, ഇവർ കുട്ടികളാണ്, ഇവർക്ക് ജീവിതത്തെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മറ്റൊരു പെൺകുട്ടി ഭർത്താവിനെ